ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിൽ സെന്റൻസുകൾ ഏറ്റവും എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാർഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ടീച്ചർ ക്ലാസ്സിൽ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറഞ്ഞു, ഐ വിൽ ബി ആബ്സെന്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഞാൻ 2 ദിവസത്തേക്ക് അവധിയിലായിരിക്കും. ജോണി ഇത് വീട്ടിൽ പോയി അവൻ്റെ മദറിനോട് പറയുകയാണ്. The teacher said that, ടീച്ചർ പറഞ്ഞു, she would be absent for a couple of days. അവർ 2 ദിവസത്തേക്ക് അവധിയിലായിരിക്കുമെന്ന്. ടീച്ചർ പറഞ്ഞ കാര്യം ജോണിയുടെ മദറിനോട് പറയുമ്പോൾ സെന്റൻസിൽ കുറേ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇവിടെ ടീച്ചർ പറഞ്ഞ ജോണി പറയുമ്പോൾ ഷീ ആവുന്നുണ്ട് അല്ലെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ. അതുപോലെ തന്നെ വില്ല് വുഡ് ആവുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ ക്ലാസ്സിലെ കൂടി നമ്മൾ നോക്കുന്നത്. സോ വെൽക്കം വൺസ് അഗെയിൻ. വി വിൽ സ്റ്റാർട്ട് റൈറ്റ് നൗ. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. ആദ്യം ഡയറക്റ്റ് സ്പീച്ച്. ടീച്ചർ പറഞ്ഞു, ഐ ആം ബിസി ടുഡേ. ഞാൻ ഇന്ന് ബിസിയാണ്. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാവുമ്പോൾ സെന്റൻസ് എങ്ങനെ ഉണ്ടാകും? ദ ടീച്ചർ സെഡ് ദാറ്റ് ഷീ വാസ് ബിസി ദാറ്റ് ഡേ. അപ്പോൾ ഷീ ആകും, ആം വാസ് ആകും, ടുഡേ ദാറ്റ് ഡേ ആകും. സോ ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ വരുത്താമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പാർട്സ് ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഓരോ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. ദ ടീച്ചർ സെഡ്, അതിന് നമ്മൾക്ക് റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് വിളിക്കാം. അതിലത്തെ സെഡ് എന്ന വാക്കാണ് റിപ്പോർട്ടിംഗ് വേർബ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, സെഡ് എന്താണ്? റിപ്പോർട്ടിംഗ് വേർബ്. അതിനുശേഷം നീല കളറിലുള്ളതാണ് കൺജങ്ഷൻ ആയ ദാറ്റ്. അത് ഓപ്ഷണലാണ്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഗ്രേ കളറിലുള്ള ഷീ വാസ് ബിസി, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, ഷീ വാസ് ബിസി എന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ദാറ്റ് ഡേ, ഗ്രീൻ കളറിലുള്ള ദാറ്റ് ഡേ ആണ് ടൈം എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇതിൽ ഓരോന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ഇതിനെ പഠിക്കുക. Okay, so this is very important. All right, you should know the parts of reported speech. 5 rules ആണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ റൂൾസ് ഏറ്റവും എളുപ്പമാർഗത്തിൽ, ദ ഈസിയസ്റ്റ് വേ ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ റൂൾ, ആഡിങ് റിപ്പോർട്ടിംഗ് വേർബ് ക്ലോസ്. എന്താണ് റിപ്പോർട്ടിംഗ് വേർബ്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ആഡിങ് റിപ്പോർട്ടിംഗ് വേർബ്. ഇവിടെ സെന്റൻസ് നോക്കൂ. ദ ടീച്ചർ സെഡ് ദാറ്റ് ഷീ വാസ് ബിസി ദാറ്റ് ഡേ. ഈ സെന്റൻസിലത്തെ റിപ്പോർട്ടിംഗ് വേർബ് ഏതാണ്? സെഡ്. സെഡ് ഈസ് എ റിപ്പോർട്ടിംഗ് വേർബ് ഹിയർ. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ്? ആഡിങ് റിപ്പോർട്ടിംഗ് വേർബ്. സോ റിപ്പോർട്ടിംഗ് വേർബ്സ് ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ മോസ്റ്റ്ലി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സെഡും പിന്നെ ടോൾഡുമാണ്. പിന്നെ ആസ്ക്ഡ് ഉണ്ട്, ക്ലെയിംഡ്, ഇൻഫോംഡ്, അഡ്മിറ്റഡ് ഉണ്ട്, വാണ്ട് ഉണ്ട്. അതുപോലത്തെ ഒരുപാട് റിപ്പോർട്ടിംഗ് വേർബ്സ് ഉണ്ട്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് 2 എണ്ണം സെഡും ടോൾഡും ആണ്. പക്ഷെ എപ്പോഴാണ് സെഡ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ടോൾഡ് ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴും സംശയം വരാറുണ്ട് ചില ആൾക്കാർക്കെങ്കിലും. ലെറ്റ് മീ ട്രൈ ടു ക്ലിയർ ദാറ്റ്. ഈ സെന്റൻസ് നോക്കൂ. ഷീ സെഡ് ദാറ്റ് ഷീ വെന്റ് ഫോർ എ വാക്ക് എവറി മോർണിംഗ്. അപ്പോൾ ഷീ സെഡ് ആണ് ഇവിടെ ഉള്ളത്. ടോൾഡ് എപ്പോഴാണ് വരിക? ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സെന്റൻസ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വെന്റ് ഫോർ എ വാക്ക് എവറി മോർണിംഗ്. അപ്പോൾ ഇവിടെ അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോൾഡ് ആണ് ഉപയോഗിച്ചത് അല്ലെ. ഷീ ടോൾഡ് മീ. ഫസ്റ്റ് സെന്റൻസിലോ ഷീ സെഡ്, ആരോട് പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ആരോട് പറഞ്ഞു എന്ന് വ്യക്തമാക്കുമ്പോൾ ഷീ ടോൾഡ് മീ, ഷീ ടോൾഡ് ഹെർ, ഷീ ടോൾഡ് ഹിം, അപ്പോൾ ടോൾഡ് ആണ് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. ഹീ സെഡ് ദാറ്റ് ഹീ വാസ് കുക്കിംഗ് ഡിന്നർ ദെൻ. അവൻ പറഞ്ഞു, ഹീ സെഡ്. അവൻ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? ടോൾഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹീ ടോൾഡ് അസ്.
that he was cooking dinner then. മനസ്സിലാവുന്നുണ്ടോ? He told me, he told her, he told him, he told them. അപ്പോൾ ആരോട് പറഞ്ഞു എന്നും കൂടെ വ്യക്തമാക്കുമ്പോൾ ടോൾഡും, ഒരാൾ പറഞ്ഞു എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട് സെഡുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്ത റൂൾ എന്താണ്? ചേഞ്ചിങ് ഓഫ് പ്രൊനൗൺസ്. പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ടീച്ചർ കുട്ടികളോട് എല്ലാവരോടും പറയുന്നു, യു ഷുഡ് സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ടെസ്റ്റിന് പഠിക്കണം. അപ്പോൾ ഇവിടെ യു എന്ന് ടീച്ചർ പറഞ്ഞത് ആരോടാണ്? കുട്ടികളോടാണ്. ഓക്കെ, ജോണി വീട്ടിൽ പോയിട്ട് മദറിനോട് പറയാണ്, ദ ടീച്ചർ സെഡ് ദാറ്റ് യു ഷുഡ് സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. അവിടെ യു ഉപയോഗിക്കുന്നത് ശരിയാണോ? ജോണി മദറിനോട് പറയുമ്പോൾ യു ഉപയോഗിക്കുന്നത് ശരിയാണോ? മദർ അല്ലല്ലോ പഠിക്കേണ്ടത്, കുട്ടികളല്ലേ. അപ്പോൾ അവിടുത്തെ പ്രൊനൗൺസ് മാറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്രൊനൗൺസ് എങ്ങനെ എപ്പോൾ മാറ്റണമെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യത്തെ റൂള്, ഫസ്റ്റ് പേഴ്സണിനെ ആവശ്യാനുസരണം തേർഡ് പേഴ്സൺ ആക്കി മാറ്റാം. ഐനെ ഹി അല്ലെങ്കിൽ ഷീ, വീനെ ദേ, മീനെ ഹിം ഹർ അല്ലെങ്കിൽ their. Let's look at examples. Okay, direct speech. I am tired, she said. അവൾ പറഞ്ഞു I am tired. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെ ആക്കാം? She said that she was tired. കണ്ടോ, I she ആയി മാറി. ഡയറക്റ്റ് സ്പീച്ചിൽ I വരുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇവിടെ she വന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. We are going to the park, they said. അവർ പറഞ്ഞു we are going to the park. ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്നത് എങ്ങനെയാണ്? They said that they were going to the park. കണ്ടോ, they said that they were going to the park. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിന്റെ we റിപ്പോർട്ടഡിൽ വരുമ്പോൾ ദേ ആയി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സണിനെ നമുക്ക് ആവശ്യാനുസരണം തേർഡ് പേഴ്സൺ ആക്കി മാറ്റാം. അനദർ എക്സാമ്പിൾ. ഇവിടെ എന്താണ്? രാജു ഹെൽപ്ഡ് മീ. രാജു എന്നെ സഹായിച്ചു. ഹി സെഡ്, അവൻ പറഞ്ഞു. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ ഹി സെഡ് ദാറ്റ് രാജു ഹെൽപ്ഡ് ഹിം. അവൻ പറഞ്ഞു രാജു അവനെ സഹായിച്ചു എന്ന്. ഓക്കെ, സോ മീ എന്താകും? ആവശ്യാനുസരണം ഹിം ആകും, ഹർ ആകും, their ആകും. സോ നമ്മൾ കുറച്ച് ലോജിക് അനുസരിച്ചിട്ട് ലോജിക് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത റൂൾ എന്താണ്? സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആയി മാറും. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ എന്ന് വെച്ചാൽ യു, ഒന്നെങ്കിൽ ഹി ആകും, ഷീ ആകും, ദേ ആകും, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഡയറക്റ്റ് സ്പീച്ച്. You need to work harder, the coach said. Okay, coach പറഞ്ഞു you need to work harder. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ എങ്ങനെയാ വരിക? The coach said that he needed to work harder. Okay, the coach said that he needed to work harder. ഈ you ഡയറക്റ്റ് സ്പീച്ചിലത്തെ you റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഹി ആകാം, ഷീ ആകാം, ദേ ആകാം, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഓക്കെ, ആരോട് പറഞ്ഞു എന്നനുസരിച്ചിരിക്കും. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, ദ മാനേജർ സെഡ്. ഓക്കെ, മാനേജർ പറഞ്ഞു യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, ഇതൊരു സ്ത്രീയോടാണ് പറഞ്ഞതെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എങ്ങനെ വരും? ദ മാനേജർ സെഡ് ദാറ്റ് she had done a great job. കണ്ടോ, the manager said that she had done a great job. അപ്പോൾ ഒരു സ്ത്രീയോട് പറഞ്ഞത് കൊണ്ട് സെക്കൻഡ് പേഴ്സൺ ആയ യു എന്തായി? ഷീ ആയി, തേർഡ് പേഴ്സൺ ആയ ഷീ ആയി. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ. സോ യൂസ് യുവർ ലോജിക് ഫോർ ഓൾ ദീസ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്. യു നീഡ് ടു അറൈവ് ഓൺ ടൈം, the teacher said. ടീച്ചർ ഒരുപാട് കുട്ടികളോട് പറഞ്ഞു എന്ത്? യു നീഡ് ടു അറൈവ് ഓൺ ടൈം.
ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്നത് എങ്ങനെയാണ്? The teacher said that they needed to arrive on time. എന്തുകൊണ്ട് യു മാറിയിട്ട് ദേ ആയി? കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, സോ സെക്കൻഡ് പേഴ്സണ് ആവശ്യാനുസരണം തേർഡ് പേഴ്സൺ ആയി മാറും. യു ഇവിടെ ദേ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, തേർഡ് പേഴ്സൺ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഹി തന്നെ, ഷീ ആയിട്ട് തന്നെ, ദേ തന്നെ. Let's look at an example. Direct speech. He is working on the project, she said. അവൾ പറഞ്ഞു he is working on the project. അവൻ പ്രൊജക്റ്റിന്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ എങ്ങനെ വരും? She said that he was working on the project. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലത്തെ he റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോഴും he തന്നെയാണ്. അപ്പോൾ തേർഡ് പേഴ്സൺ ചേഞ്ച് ചെയ്യാറില്ല. Another example നോക്കാം. She is studying for the exam, he said. Okay, he said, അവൻ പറഞ്ഞു. She is studying for the exam. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാകും? He said that she was studying for the exam. അപ്പോൾ കണ്ടോ, ഡയറക്റ്റ് സ്പീച്ചിലത്തെ she റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോഴും she തന്നെയാണ്. ഓക്കെ, they കൊണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഡയറക്റ്റ് സ്പീച്ച്. They are preparing for the presentation, she said. Okay, അവൾ പറഞ്ഞു they are preparing for the presentation. Reported speech ആകുമ്പോൾ എങ്ങനെ വരും? She said that they were preparing for the presentation. കണ്ടോ, they ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. Okay, so make sure you learn this, okay, and keep it in your mind. Once again, നമ്മൾ പ്രൊനൗൺസിനെ കുറിച്ച് പറഞ്ഞ ചേഞ്ചസ് ഇവിടെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആകും, സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആകും, തേർഡ് പേഴ്സൺ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റിപ്പോർട്ടഡ് സ്പീച്ച്. അടുത്ത റൂൾ, ചേഞ്ച് ടൈം ആൻഡ് പ്ലേസ് വേർഡ്സ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽ, ഓൾ 5 rules are important. ടൈം ആൻഡ് പ്ലേസ് വേർഡ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. ഓക്കെ, ടീച്ചർ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പറഞ്ഞു യു മസ്റ്റ് സബ്മിറ്റ് യുവർ ഹോംവർക്ക് ഹിയർ ബൈ ടുമാറോ. നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് നാളത്തോടെ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, വീട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടി എങ്ങനെ പറഞ്ഞാൽ മതിയോ? The teacher said last week that I had to submit my homework here by tomorrow. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് tomorrow എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? വീട്ടിൽ പോയിട്ട് here എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. You need to change the time and place words. Okay, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടൈം ആൻഡ് പ്ലേസ് വേർഡ്സ് ചേഞ്ച് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ആദ്യം നമുക്ക് ടൈമിൻ്റെ ചേഞ്ച് നോക്കാം. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച്. They are arriving here today, she said. അവൾ പറഞ്ഞു they are arriving here today. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് പിന്നൊരു ദിവസം പറയുമ്പോൾ എങ്ങനെയാവും? She said that they were arriving there that day. അപ്പോൾ ടുഡേ എന്താകും? that day ആകും. ഓക്കെ, സോ നമ്മൾ ഒരു ഡയറക്റ്റ് സ്പീച്ച് പിന്നൊരു ദിവസം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടുഡേ ദാറ്റ് ഡേ ആകും. നൗ ദാറ്റ് മൂമെന്റ് ആകും. നൗ വേണമെങ്കിൽ ദാറ്റ് ടൈമും ആകാം. ടുനൈറ്റ് ദാറ്റ് നൈറ്റ് ആകാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, ഡയറക്റ്റ് സ്പീച്ച്. We visited the museum yesterday, they said. അവർ പറഞ്ഞു we visited the museum yesterday. ഇനി ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഓക്കെ, പിന്നൊരു ദിവസമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. They said that they had visited the museum the previous day. അപ്പോൾ yesterday മാറിയിട്ട് previous day ആകുന്നുണ്ട്. അപ്പോൾ yesterday previous day ആകും. 2 days ago 2 days before ആകും. 2 years ago 2 years prior ആകും. ലാസ്റ്റ് വീക്ക് പ്രീവിയസ് വീക്ക് ആകും. അതുപോലെ so on and so forth. Okay, another example, direct speech. I took a train last week, he said.
അവൻ പറഞ്ഞു I took a train last week. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ he said that he took a train the previous week. Okay, അപ്പോൾ ലാസ്റ്റ് വീക്ക് പ്രീവിയസ് വീക്ക് ആയി മാറി. അടുത്ത എക്സാമ്പിൾ, I will call you tomorrow, he said. അവൻ പറഞ്ഞു I will call you tomorrow. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ tomorrow എന്തായി മാറും? Let's look. He said that he would call me the next day. അപ്പോൾ tomorrow next day ആയി മാറും. Next month the following month ആയി മാറും. Next week the following week ആയി മാറും. ഇത് ടൈം ചേഞ്ചിനെ പറ്റിയിട്ടുള്ള ടേബിൾ ആണ്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. പ്ലേസ് ചേഞ്ചിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡയറക്റ്റ് സ്പീച്ച്. I am staying here for a while, he said. അവൻ പറഞ്ഞു I am staying here for a while. ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ സെന്റൻസ് ഉണ്ടാക്കാം? He said that he was staying there for a while. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലത്തെ ഹിയർ മറ്റൊരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടഡ് ചെയ്യപ്പെടുമ്പോൾ there ആയി മാറും. ഓക്കെ, അപ്പോൾ ഹിയർ there ആകും, this that ആവും, these those ആകും. സോ കീപ് ദോസ് ഇൻ മൈൻഡ്. ഓക്കെ, അടുത്ത റൂള് ബാക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ടെൻസസ് ആണ്. സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു റൂള് ഇതാണ്. ഞാൻ ഇവിടെ ഏറ്റവും എളുപ്പമാർഗത്തിലാണ്, എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പമാർഗത്തിലാണ് ഇത് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്യും. സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി മാറും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി മാറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. നമ്മൾ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ കാണാം. ഓക്കെ, then you will get a better idea. ആദ്യം സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നതിന്റെ എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്. I like ice cream, she said. അവൾ പറഞ്ഞു I like ice cream. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ she said that she liked ice cream. കണ്ടോ, ഡയറക്റ്റ് സ്പീച്ചിന്റെ പ്രസന്റ് ടെൻസ് മാറിയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിലാകുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയി അല്ലെ. ലൈക്ക് മാറിയിട്ട് ലൈക്ഡ് ആയി. പിന്നെ പ്രൊനൗൺസ് ഐ ഷീ ആവുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്. We are learning English now, they said. അവർ പറഞ്ഞു we are learning English now. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ എങ്ങനെയുണ്ടാകും? They said that they were learning English then. Okay, so ഇവിടെ എന്താണ് സംഭവിച്ചത്? ഡയറക്റ്റ് സ്പീച്ച് പ്രസന്റ് കണ്ടിന്യൂസിലായിരുന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറി. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഡയറക്റ്റ് സ്പീച്ച് നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി മാറും. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഡയറക്റ്റ് സ്പീച്ച് എക്സാമ്പിൾ. I have finished my homework, he said. അവൻ പറഞ്ഞു I have finished my homework. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ he said that he had finished his homework. കണ്ടോ, he had finished ആയി മാറി. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്. I have been studying for 2 hours, she said. അവൾ പറഞ്ഞു I have been studying for 2 hours. ഓക്കെ, ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ എന്താകും? She said that
She had been studying for 2 hours. She said that she had been studying for 2 hours. Okay. അപ്പോൾ present perfect continuousലാണ് direct speech ഉള്ളതെങ്കിൽ reported speech ആകുമ്പോൾ past perfect continuous ആകും. Okay. Direct speechലുള്ള past tenseകൾ reported ആകുമ്പോൾ എങ്ങനെ back shift ചെയ്യും നോക്കാം. Simple past tense past perfect ആവും. Past continuous past perfect continuous ആവും. Past perfectും past perfect continuousും അതേപോലെ നിൽക്കും. Let's have a look. Simple past reported speech ആകുമ്പോൾ past perfect ആവും. Example നോക്കാം. Direct speech. I ate lunch at noon. She said. She said I ate lunch at noon. ഇത് reported speech ആകുമ്പോൾ she said that she had eaten lunch at noon. She said that she had eaten lunch at noon. കണ്ടില്ലേ? Simple pastൽ direct speech ഉണ്ടാകുമ്പോൾ reported speech ആകുമ്പോൾ past perfect ആകും. Okay. അടുത്ത എക്സാമ്പിൾ past continuous past perfect continuous ആകുന്നതാണ്. Direct speech. We were playing football. They said. അവർ പറഞ്ഞു we were playing football. ഇത് reported speech ആകുമ്പോൾ they said that they had been playing football. They said that they had been playing football. കണ്ടില്ലേ മാറ്റം? Direct speech sentence past continuous ലാണെങ്കിൽ reported speech past perfect continuous ആണ്. നേരത്തെ പറഞ്ഞ പോലെ past perfect ഉള്ള sentence past perfect തന്നെ remain ചെയ്യും. Example. Direct speech നോക്കൂ. He had already finished his homework. She said. She said അവൾ പറഞ്ഞു he had already finished his homework. ഇത് reported speech ആകുമ്പോഴും she said that he had already finished his homework. അവൾ പറഞ്ഞു she said that he had already finished his homework. അപ്പോൾ reported speechലേക്ക് വരുമ്പോൾ past perfect ആയിട്ട് തന്നെ remain ചെയ്യുന്നുണ്ട്. There is no change. Future tenseകൾ എങ്ങനെ back shift ചെയ്യുമെന്ന് നോക്കാം. will reported speech ആകുമ്പോൾ would ആയി മാറും. shall reported speech ആകുമ്പോൾ ഒന്നെങ്കിൽ should അല്ലെങ്കിൽ would ആയി മാറും. am going to അത് reported speech ആകുമ്പോൾ was going to ആയി മാറും. Okay. So let's look at examples. will would ആവുന്ന എക്സാമ്പിൾ നോക്കാം. Direct speech. I will call you later, he said. അവൻ പറഞ്ഞു I will call you later. ഇത് reported speech ആകുമ്പോൾ he said that he would call me later. കണ്ടോ? will മാറിയിട്ട് would ആയി. He said that he would call me later. shall ഒന്നെങ്കിൽ should അല്ലെങ്കിൽ would ആകും. Let's look at an example. We shall meet at the park, they said. അവർ പറഞ്ഞു we shall meet at the park. ഇത് reported speech ലേക്ക് വരുമ്പോൾ they said അല്ലെങ്കിൽ insisted, okay, that they should meet at the park. They insisted that they should meet at the park. അപ്പോൾ shall ഒന്നെങ്കിൽ should അല്ലെങ്കിൽ would ആവും according to the situation. Another example with am going to. Am going to എന്താകും? was going to ആകും. Direct speech. I am going to send you the documents tomorrow, he said. അവൻ പറഞ്ഞു I am going to send you the documents tomorrow. ഇത് reported speech ആകുമ്പോൾ he said അല്ലെങ്കിൽ he promised that he was going to send me the documents the next day. കണ്ടോ? He promised that he was going to send me the documents the next day. So I am going to reported speech ൽ വരുമ്പോൾ was going to ആയി. Okay. Reported speech back shift ചെയ്യാത്ത tense shift ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇവിടെ പറയാം. Direct speech sentence നോക്കൂ. He says അവൻ പറയുന്നു
he loves his job. Reported speech ആകുമ്പോൾ he says that he loves his job. സെയിം ആണ്, ഇവിടെ ടെൻസ് മാറിയിക്കില്ല. ഡയറക്റ്റ് സ്പീച്ചിലത്തെ അതേ പ്രസന്റ് ടെൻസ് ആണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, റിപ്പോർട്ടിംഗ് വേർബ് ഇവിടെ സേസ് ആണ് റിപ്പോർട്ടിംഗ് വേർബ്. അത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റൂല. We will not change the tense. Another example, direct speech. She says, I love apples. ഇത് reported speech ആകുമ്പോൾ she says that she loves apples. കണ്ടോ, ഇവിടെ pronoun ചേഞ്ച് ചെയ്തു, പക്ഷെ ടെൻസ് മാറിയിക്കില്ല. കാരണം എന്താണ്? says, reporting verb present ടെൻസിലാണ്. Fifth rule, മോഡൽ വേർബ്സിൽ വരുന്ന ചേഞ്ചസ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. കഴിവുകളെ കുറിച്ച് പറയുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ക്യാന് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ കുഡ് ആയി മാറും. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്, ഐ ക്യാൻ ഡ്രൈവ് വെരി വെൽ ഹി സെഡ്. അവൻ പറഞ്ഞു എനിക്ക് നന്നായി വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഡ്രൈവ് വെരി വെൽ. He said that he could drive very well. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലത്തെ ക്യാന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ could ആയി മാറി. ഷാള് should ആയി മാറും. എക്സാമ്പിൾ നോക്കൂ. ഡയറക്റ്റ് സ്പീച്ച്, shall we meet at the cafe tomorrow? She said. അവൾ പറഞ്ഞു shall we meet at the cafe tomorrow? അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ she said അല്ലെങ്കിൽ she suggested that they should meet at the cafe the next day. Tomorrow the next day മറന്ന് കണ്ടോ? Okay, she suggested that they should meet at the cafe the next day. അപ്പോൾ shall should ആകണം. അടുത്തതായി മേ മൈറ്റ് ആയിട്ട് മാറും. എപ്പോൾ? സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ, പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്, we may arrive early they said. അവർ പറഞ്ഞു we may arrive early. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ they mentioned, they said that they might arrive early. ഇവിടെ എന്താണ്? may might ആയിട്ട് മാറി. They mentioned that they might arrive early. അപ്പോൾ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ, പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലുള്ള മേ മൈറ്റ് ആയിട്ട് മാറും. മേ കുഡ് ആയി മാറും. എപ്പോൾ? പെർമിഷനെ കുറിച്ച് പറയുമ്പോൾ. പെർമിഷനെ കുറിച്ച് പറയുമ്പോൾ മേ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ കുഡ് ആയി മാറും. നോക്കൂ, may I borrow your book? She said. അവൾ പറഞ്ഞു may I borrow your book. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ they said, they asked if she could borrow my book. They asked if she could borrow my book. കണ്ടോ, ഇവിടെ may could ആയി മാറിയിട്ടുണ്ട്. അതുപോലെ മസ്റ്റ് ഹാവ് ടു ആയിട്ട് മാറും. ഒബ്ലിഗേഷനെ കുറിച്ച് പറയുമ്പോൾ മസ്റ്റ് ഹാവ് ടു ആയി മാറും. ഡയറക്റ്റ് സ്പീച്ചിന്റെ എക്സാമ്പിൾ, ഐ മസ്റ്റ് ഫിനിഷ് ദ ഹോംവർക്ക് ഷീ സെഡ്. അവൾ പറഞ്ഞു ഐ മസ്റ്റ് ഫിനിഷ് ദ ഹോംവർക്ക്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ടു ഫിനിഷ് ദ ഹോംവർക്ക്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ടു ഫിനിഷ് ദ ഹോംവർക്ക്. അപ്പോൾ ഒബ്ലിഗേഷന്റെ കീഴിൽ ഡയറക്റ്റ് സ്പീച്ചിൽ മസ്റ്റ്, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഹാഡ് ടു ആയി മാറും. സോ ഇതാണ് മോഡൽ വേർബ്സിന്റെ ചേഞ്ചസ്. ക്യാന് കുഡ് ആയി മാറും, ഷാള് ഷുഡ് ആയി മാറും, മേ പോസിബിലിറ്റി ആകുമ്പോൾ മൈറ്റ് ആയിട്ട് മാറും, മേ പെർമിഷൻ ആകുമ്പോൾ കുഡ് ആയി മാറും, മസ്റ്റ് ഒബ്ലിഗേഷൻ ആകുമ്പോൾ ഹാഡ് ടു ആയി മാറും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എക്സെപ്ഷൻസ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംപെറേറ്റീവ്സ്, അഡ്വൈസ്, ഇൻസ്ട്രക്ഷൻസ്, പ്രോമിസസ്. സോ if you really want to see a second part, please let me know, comment, and then share, like, subscribe, and support us. Thank you.